വിവാഹത്തിനനുബന്ധിച്ച് തന്നെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത്. അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ച ഒരു പേരായിരുന്നു ദിയയുടെ മുൻ കാമുകനും സുഹൃത്തുമൊക്കെയായിരുന്ന ഒരു നല്ല പാർട്ട്ണർ കൂടിയായിരുന്ന വൈഷ്ണവ് എന്ന വ്യക്തി. ദിയ വളരെയധികം സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വൈഷ്ണവിനെ ദിയ വഴി എല്ലാവർക്കും വളരെയധികം സുപരിചിതമായി അറിയാവുന്നതാണ്. ഇപ്പോൾ വിവാഹത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ദിയയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്ന വൈഷ്ണവിന്റെ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്. വൈഷ്ണവ് പങ്കുവച്ച പോസ്റ്റിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതും ഇതേ കാര്യമാണ്. ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് പങ്കുവച്ചത്? ആ പോസ്റ്റ് പങ്കുവെക്കുന്നതിലൂടെ തന്നെ ആത്മാർത്ഥതയുള്ള ഒരു ആശംസയായി ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ കമന്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവ് പങ്കുവച്ച പോസ്റ്റിന് നിരവധി നെഗറ്റീവ് കമന്റുകളാണ് കിട്ടുന്നത്. ഇത് വേണ്ടിയിരുന്നില്ല എന്നല്ലാതെ പ്രേക്ഷകർക്കൊന്നും പറയാനില്ല. എന്നാൽ മറ്റു ചിലർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. കാരണം വൈഷ്ണവ് അത് പറയാൻ കാണിച്ച മനസ്സിനെ നിങ്ങൾ അംഗീകരിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. ആശംസകൾ അറിയിക്കാൻ മടിച്ചു നിൽക്കാതെ വന്നല്ലോ. ചിലപ്പോൾ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നിരിക്കും. സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയല്ലേ, ആ മടിയുടെ ഭാഗമായിട്ടായിരിക്കാം എന്ന് പ്രേക്ഷകർ പറയുന്നു. എന്തു തന്നെയാണെന്നും അറിയില്ല. വൈഷ്ണവ് ഇത്രയും വൈകി ആശംസകൾ അറിയിക്കേണ്ടിയിരുന്നില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. വൈഷ്ണവിന്റെയും ദിയയുടെയും പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതാണ്. ഇതാ ദിയ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ് അങ്ങനെ ചെയ്യുന്നതിൽ തന്നെ കാര്യമില്ല. വൈഷ്ണവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ സംസാരിച്ച് തീർക്കണമായിരുന്നു. അങ്ങനെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായേനെ. ദിയയ്ക്ക് ആശംസകൾ മാത്രം അറിയിച്ചെത്തിയെങ്കിലും അതിനൊരു ആത്മാർത്ഥത തോന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. എന്നാൽ ദിയ ഇതിന് മറുപടി നൽകിയിട്ടുമില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത്. വർഷങ്ങളായി ദിയയുടെ സുഹൃത്തായിരുന്ന തിരുവനന്തപുരം സ്വദേശി അശ്വിൻ ഗണേശാണ് ദിയയെ വിവാഹം ചെയ്തത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്ററായ അശ്വിൻ കുടുംബം തമിഴ്നാട്ടിലാണ്. 2 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അശ്വിന് മുമ്പ് വലിയൊരു പ്രണയ പരാജയം ദിയയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അശ്വിനുമായിട്ടുള്ള ബന്ധം അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെയായിരുന്നു ദിയ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ദിയയെ പോലെ തന്നെ വൈഷ്ണവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇൻഫ്ലുവൻസറായി മാറിക്കഴിഞ്ഞു. ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ചെയ്തതോടെയാണ് വൈഷ്ണവിന് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടിയതെന്ന് പോലും പറയുന്നുണ്ടായിരുന്നു. ചില ഷോർട്ട് ഫിലിമുകളിലും വൈഷ്ണവിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഡേറ്റിംഗിനോടും വിവാഹത്തോടും ഇപ്പോൾ താല്പര്യമില്ലെന്ന് അടുത്തിടെ ഒരു വീഡിയോയിൽ വൈഷ്ണവ് പറഞ്ഞിരുന്നു. ദിയയുടെയും വൈഷ്ണവിന്റെയും ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ്. പ്രണയ തകർച്ചയ്ക്ക് ശേഷം വൈഷ്ണവിനെ കുറിച്ച് ദിയ അധികം സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ മുൻ കാമുകിയെക്കുറിച്ച് ചോദ്യങ്ങളെല്ലാം തന്നെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കൂട്ടത്തിലാണ് വൈഷ്ണവ് മറുപടിയെല്ലാം നൽകാറുള്ളത്. ഇപ്പോഴിതാ ദിയയുടെ ദാമ്പത്യത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടെത്തിയിരിക്കുന്ന വൈഷ്ണവിന്റെ പോസ്റ്റ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ മാറുകയാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായാണ് ദിയയുടെ ചിത്രം പങ്കിട്ടുകൊണ്ട് ആശംസകൾ അറിയിച്ചും വൈഷ്ണവ് എത്തിയത്. അശ്വിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. ദിയയെ പോലെ തന്നെ വൈഷ്ണവിന്റെ സുഹൃത്തായിരുന്നു അശ്വിനും. എന്നാൽ അശ്വിനെ കുറിച്ച് വൈഷ്ണവ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അതൊരു ആശംസയായി തന്നെ ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.